കഥകളി അരങ്ങിലെത്തും മുൻപ് അണിയറയിലെ ഒരുക്കം കൂടി കഥ കേൾക്കലിൽ ചേർത്തു വെക്കേണ്ടതുണ്ട്. മണിക്കൂറുകൾ നീണ്ട സഹനം, പിന്നീട് കഥകളും കഥാപാത്രങ്ങളുമായി അരങ്ങിലെത്തുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കഥകളി ആട്ടവിളക്കിന് മുൻപിൽ എത്തുന്നത്. അതിനു പിന്നിൽ സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും കൂടി ഒരു കഥയുണ്ട്. പച്ചവേഷമാണെങ്കിലും കത്തിയാണെങ്കിലും അരങ്ങിലെത്തും മുൻപ് ഓരോ കലാകാരനും കടന്നുപോകുന്നത് കാത്തിരിപ്പിന്റെ മണിക്കൂറുകളിലൂടെയാണ്. കഥ പറച്ചിലിന് മുൻപേ മണിക്കൂറുകൾ നീണ്ട വേഷപ്പകർച്ച, ചുട്ടിയും ഉടുത്തുകെട്ടലുമായി 5 മണിക്കൂർ. ആ മണിക്കൂറുകൾ കടന്നുപോകുന്നതാണ് തീവ്രം. മത്സരവേദിയാവുമ്പോൾ അതിലൊരു ആശങ്ക കൂടി കടന്നുവരുന്നു. അരങ്ങിലെത്തും മുൻപേ അണിയറയിലും കഥ പറച്ചിൽ, തയ്യാറെടുപ്പ്. അവർക്കത് കളിക്കണം, വൃത്തിയായിട്ട് കളിച്ച് പോരണം എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കും അവിടെ ചെയ്തിരിക്കുക. ആ ഒരു 4-5 മണിക്കൂർ ഒരു വേഷം ഒരുങ്ങി വരാൻ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ അതൊരു സാഹസം തന്നെയാണ്. ചുട്ടിക്കഴിഞ്ഞ് പിന്നെ ഉടുത്തുകെട്ടലിലേക്കാണ്. ഉടുത്തുകെട്ടൽ കഴിഞ്ഞാൽ വേഷപ്പകർച്ച പൂർത്തിയാകുന്നു. 2 കിലോ ഭാരം വരുന്ന കിരീടം, 25 കിലോ വരെ വരുന്നു ഉടുത്തുകെട്ടൽ. സഹനം, കാത്തിരിപ്പ്, പിന്നെയത് പ്രതീക്ഷയാകുന്നു. പാലക്കാട് സ്വദേശിയായ നിവേദിതയ്ക്ക് ഇത് ആദ്യ കലോത്സവമല്ല. ഇത്തവണ ഭഗവതം കഥയിലെ ഭീമന്റെ മകൻ ഘടോത്കചനായാണ് എത്തിയത്. വേഷത്തിനും കാത്തിരിപ്പിനും മടിയൊട്ടുമേയില്ല. ഘടോത്കചൻ എന്ന് പറയുന്നത് കുറേ നല്ല ഊർജ്ജത്തോടെ കളിക്കേണ്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പൊക്കെ ആലോചിച്ച് അതൊന്ന് ഉറപ്പിക്കുക, അതൊക്കെയാണ് ഈ ചുട്ടി കുത്തുമ്പോൾ ചെയ്യണേ. പിന്നെ കളിക്കുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒക്കെ സ്റ്റേജിൽ കളിക്കണത് ഓർമ്മ വരിക. കഥ പറച്ചിലിന് തയ്യാറായാൽ പിന്നെ പദവും ആട്ടവിളക്കും മാത്രമാണ് മുന്നിൽ. വേഷമഴിക്കും വരെ ഭീമന്റെ മകൻ ഘടോത്കചനായി കഥ തുടരും. അങ്ങനെ ഓരോരുത്തരും ഓരോ കഥകളും കഥാപാത്രങ്ങളും ആസ്വാദകർക്ക് പകർന്ന് മടങ്ങുന്നു. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം കലോത്സവ വേദിയിൽ നിന്നും മേഘ മാധവൻ.